എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന് കീഴിൽ വരുന്ന സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി CDT ജോബ് വേക്കൻസി ഉണ്ട്. വിവിധ യോഗ്യതയുള്ളവർക്ക് വിവിധ തസ്തികകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. CDT തിരുവനന്തപുരത്തേക്കാണ് വേക്കൻസി ഉള്ളത്. തസ്തികയുടെ പേര് പ്രൊജക്റ്റ് സ്റ്റാഫ് സെർവർ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ജൂനിയർ സെർവർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് CDT എന്ന് പറയുന്നത്. ഡീറ്റെയിൽസ് നോക്കാം. തസ്തികകൾ വരുന്നത് സെർവർ അഡ്മിനിസ്ട്രേറ്റർ, ജൂനിയർ സെർവർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ആദ്യത്തെ പോസ്റ്റ് സെർവർ അഡ്മിനിസ്ട്രേറ്റർ. പ്രായപരിധി 28 വയസ്സാണ്. 50 വയസ്സിൽ കൂടാനും പാടില്ല. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടത് BTech അല്ലെങ്കിൽ BE അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc ഇൻ CS ഓർ IT ആണ് വേണ്ടത്. ഇതല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി എക്സ്പീരിയൻസ് ആവശ്യമാണ്. BTech, BE, MCA, MSc ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ മിനിമം 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഇൻ ദ IT സിസ്റ്റം അല്ലെങ്കിൽ ഹാർഡ്വെയർ, ഇൻക്ലൂഡിംഗ് മിനിമം 1 ഇയർ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻ ക്ലൗഡ് സെർവർ അഡ്മിനിസ്ട്രേഷൻ. ഇനി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ എങ്കിൽ 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ആൻഡ് മിനിമം 1 ഇയർ ഓഫ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻ ക്ലൗഡ് സെർവർ അഡ്മിനിസ്ട്രേഷൻ. ഇതാണ് യോഗ്യത വരുന്നത്. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സർട്ടിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ജോബ് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ശമ്പളം ലഭിക്കുന്നത് 44,000 മുതൽ 60,000 വരെയാണ് പെർ മന്ത്. 1 ഇയറിലേക്ക് കോൺട്രാക്റ്റ് ബേസിലാണ് ജോലി വരുന്നത്. പിന്നീട് റിക്വയർമെൻറ്റും നിങ്ങളുടെ പെർഫോമൻസും അനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ജോബ് ലൊക്കേഷൻ തിരുവനന്തപുരമാണ് വരുന്നത്, അല്ലെങ്കിൽ കേരളത്തിനുള്ളിൽ ഏതെങ്കിലും ലൊക്കേഷൻ ആയിരിക്കും. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ട്. ചിലപ്പോൾ രണ്ടും ഉണ്ടായിരിക്കും. ഇതാണ് ആദ്യത്തെ പോസ്റ്റ്. അടുത്തത് ജൂനിയർ സെർവർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. പ്രായപരിധി 28 വയസ്സ്, 50 വയസ്സ് കവിയരുത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BTech അല്ലെങ്കിൽ BE അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc ഇൻ CS ഓർ IT. ഇതല്ലെങ്കിൽ BSc ഇൻ CS അല്ലെങ്കിൽ BCA. ഇതും അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഇനി എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നോക്കാം. BTech, BE, MCA, MSc കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1 ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഇൻ IT സിസ്റ്റം അല്ലെങ്കിൽ ഹാർഡ്വെയർ, ഇൻക്ലൂഡിംഗ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻ ക്ലൗഡ് സെർവർ അഡ്മിനിസ്ട്രേഷൻ. ഇനി BSc ഇൻ CS അല്ലെങ്കിൽ BCA അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉള്ളവരാണെങ്കിൽ 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം ഇൻ ദ IT സിസ്റ്റംസ് ഓർ ഹാർഡ്വെയർ, ഇൻക്ലൂഡിംഗ് 1 ഇയർ ഓഫ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻ ക്ലൗഡ് സെർവർ അഡ്മിനിസ്ട്രേഷൻ. ഇതാണ് യോഗ്യതയും എക്സ്പീരിയൻസും വേണ്ടത്. AWS സർട്ടിഫിക്കേഷൻ ഇൻ ലിനക്സ് ഓർ ക്ലൗഡ് അഡ്മിനിസ്ട്രേഷൻ, റെഡ് ഹാറ്റ് സർട്ടിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് മുൻഗണനയുണ്ട്. ജോബ് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ശമ്പളം 35,000 മുതൽ 40,000 വരെയാണ് പെർ മന്ത്. 1 ഇയറിലേക്ക് കോൺട്രാക്റ്റ് ബേസിലാണ് ജോലി വരുന്നത്. പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ലൊക്കേഷൻ ട്രിവാൻഡ്രം അല്ലെങ്കിൽ കേരളത്തിനകത്ത് തന്നെ എവിടെയെങ്കിലും ആയിരിക്കും. സെലക്ട് ചെയ്യുന്നത് റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ഈ 2 തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. മേളിൽ പറഞ്ഞ പ്രായപരിധി കൂടാതെ പ്രായത്തിൽ ഇളവും കിട്ടുന്നതായിരിക്കും. ഇനിഷ്യലി നിങ്ങൾ അയക്കുന്ന ആപ്ലിക്കേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വെരിഫൈ ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഷോർട്ട് ലിസ്റ്റ് ആവുന്ന ക്യാൻഡിഡേറ്റ്സിനെ റിട്ടൺ ടെസ്റ്റിനോ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റിനോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനോ വിളിക്കുന്നതായിരിക്കും. വെരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. സെലക്ട് ആവുന്ന ക്യാൻഡിഡേറ്റ്സ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് PCC ജോയിനിങ് സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് www.careers.cdit.org. ഈ സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെൻസിൻ്റെയും സ്കാൻഡ് കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 300 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്.
SC/ST കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കി എല്ലാവരും 300 രൂപയാണ് ഫീസ് പേ ചെയ്യേണ്ടത്. ഷോർട്ട് ലിസ്റ്റ് ആവുന്നവരുടെ ലിസ്റ്റ് സൈറ്റിലായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. അതിൻ്റെ ഇൻറ്റിമേഷൻ നിങ്ങൾക്ക് ഇമെയിൽ വഴി കിട്ടുന്നതായിരിക്കും. എല്ലാവിധ അറിയിപ്പുകളും നിങ്ങൾക്ക് മെയിൽ വഴിയാണ് കിട്ടുന്നത്. ശ്രദ്ധിക്കുക, അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഒക്ടോബർ 24 വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി CDTൻ്റെ കീഴിൽ വിവിധ പോസ്റ്റുകളിൽ ടെമ്പററി ആയിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.